ഇപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന ഫസ്റ്റ് ടോപ്പിക് നമ്മുടെ മിഴിയഴക് നിറയും രാധയായിരുന്നു. അതിലേക്ക് എങ്ങനെയാണ് വന്നത്? അത് ആക്ച്വലി അതിന്റെ കൊറിയോഗ്രാഫി എല്ലാം ചെയ്ത അച്ഛനാ. അപ്പോൾ അത് MC ഓഡിയോസ് ആണ് അതിന്റെ പ്രൊഡക്ഷൻ ചെയ്തത്. MC ഓഡിയോസിന്റെ സജിതൻ അങ്കിളും അച്ഛനുമായിട്ട് ദേ ന്യൂ ഈച്ച് അതർ. അപ്പോൾ അച്ഛനെ ആ ഒരു ആൽബം മാത്രമല്ല, ആ സമയത്ത് വന്ന ഡിവോഷണൽ ആൽബംസ് മിക്കത് MC ഓഡിയോസ് ആയിരുന്നു ഇറക്കുന്നത്. അപ്പോൾ അതിന് അച്ഛനോട് പറഞ്ഞു, ഡാൻസ് ക്ലാസ്സിലെ കുട്ടികൾ, ഞങ്ങൾക്ക് ഡാൻസ് സ്കൂളുള്ളത് നിലനിർത്താഞ്ചേരി എന്ന് പറഞ്ഞു, അപ്പോൾ ഡാൻസ് സ്കൂളിലെ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നെയും ബാക്കി സ്റ്റുഡൻസിനെ എല്ലാവരും, അതിലുള്ള എല്ലാവരും അച്ഛൻ്റെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു. അപ്പം എല്ലാവരെയും വിളിച്ച് അവിടെ കൊണ്ടിരുത്തി ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിരുന്നു. ഞങ്ങൾ ഫുൾ ഗ്രീൻ സ്ക്രീനിലാണ് ബാക്കിലുള്ളത്. ഗ്രീൻ മാച്ചിൽ അച്ഛന്മാരെ അങ്ങോട്ട് നോക്കുമെന്ന് പറയും, ഞാൻ ഇങ്ങനെ നോക്കും. അച്ഛൻ ഇങ്ങോട്ട് നോക്കാൻ പറയും, ഞാൻ ഇങ്ങോട്ട് നോക്കും. അതാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ കേട്ടോ, നോക്കുന്നൊക്കെ നോക്കിക്കേ, അതുപോലെ തന്നെ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങോട്ട് നോക്കും. ഇതെല്ലാം കഴിഞ്ഞ് വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ദേ പറന്നു വരുന്നു, ഇങ്ങനെ പൂക്കൾ. ഞാൻ അന്നൊക്കെ നമുക്കിതൊരു ഭയങ്കര വൗ ഫാക്ടറാണ്. കാരണം നമ്മൾ നിന്നത് ഒരു സ്റ്റുഡിയോ, ഫുൾ ഗ്രീൻ കളർ, അവിടെ നിന്ന് നമ്മൾ അഭിനയിച്ചു. അത് കഴിഞ്ഞ് അതും അഭിനയിക്കണൊക്കെ കൂടുതൽ ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് വീഡിയോ വരുമ്പോൾ ഇങ്ങനെ എഫക്ട്സ് ഒക്കെ ആയിട്ട് ഈ ഒരു സംഭവമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു രസമായിരുന്നു. ആ പാട്ടിന് ഇത്രയും ആൾക്കാർക്ക് ഇത്രയും ഇഷ്ടമായിരുന്നു എന്നുള്ളത് ഞാൻ പ്രായമാകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്.